ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പൊ ഇന്ന് നമുക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം. അപ്പൊ ഞാനിവിടെ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്കിനി മുകളിൽ പോയിട്ട് നമ്മുടെ ജിമ്മിലൊക്കെ പോയിട്ടൊന്ന് വർക്കൗട്ട് ഒക്കെ ചെയ്തൊന്ന് ഉഷാറായിട്ട് തിരിച്ചു വരാം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ പറയാം എന്താ ഇന്നത്തെ ടാസ്ക് എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുകളിൽ പോയി നമ്മുടെ ജിമ്മിൽ പോയിട്ട് ജിമ്മിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു വർക്കൗട്ടുകളൊക്കെ ചെയ്യാം ഗൈസ്. അപ്പം ഞാനിവിടെ ട്രെഡ്മില്ലൊക്കെ നോക്കി പോവാണ് ഗൈസ്. അപ്പം ഇവിടെ ട്രെഡ്മില്ലൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതിൽ കയറി നമുക്ക് രാവിലെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്തിട്ട് പോകാം. വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇനി ഇവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പൊ ഞാനിവിടെ കുറച്ചു നേരമൊക്കെ ഒന്ന് ഓടിയായിരുന്നു. പിന്നെ ഈ ട്രെഡ്മില്ലിനകത്താണ് ഞാൻ ഇന്നത്തെ മെയിനായിട്ട് ചെയ്തത്. ഇത് നമുക്ക് എന്നിട്ട് പതുക്കെ നമുക്ക് താഴോട്ടൊക്കെ പോവാം ഗൈസ്. അപ്പം നമുക്ക് താഴെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്കൊരു സ്പെഷ്യൽ ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പതുക്കെ നൈസായിട്ടൊക്കെ തന്നെ താഴെ പോവാം ഗൈസ്. അപ്പം ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ഒന്ന് മാറ്റണം ഗൈസ്. അപ്പം ആദ്യമായിട്ട് ഞാൻ താഴോട്ട് പോവാണ് ഗൈസ്. അപ്പം നമുക്ക് താഴെ ഇറങ്ങാം. താഴെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം ഗൈസ്. അപ്പം ഇന്നൊരു നല്ലൊരു ടാസ്ക് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നൈസായിട്ടൊക്കെ തന്നെ ഞാൻ താഴെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇന്നൊരു നല്ല ഉഷാറായിട്ടൊരു കുളിയൊക്കെ കുളിക്കണം. എന്തായാലും പുതിയ കാര്യം ചെയ്യാൻ പോലെ അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ ഞാനിവിടെ സ്വിമ്മിംഗ് പൂളിനകത്തോട്ടൊന്ന് ചാടാൻ പോവാണ് ഗൈസ്. അപ്പം നമുക്കൊന്ന് കുളിച്ചിട്ടൊക്കെ തന്നെ വരാം ഗൈസ്. നൈസായിട്ടൊക്കെ കുളിക്കാം. അങ്ങനെ ആ സ്വിമ്മിംഗ് പൂളൊക്കെ ലക്ഷ്യം വെച്ച് ഗൈസ് പോവാണ്. അപ്പം നമ്മള് നൈസായിട്ട് തന്നെ വിളിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പുറത്തിറങ്ങിയപ്പോ തന്നെ നല്ലൊരു ഉഷാർ വന്നു ഗൈസ്. അപ്പൊ ഇന്ന് രാവിലെ ഒരു പുതിയ ടാസ്ക് ഒക്കെ ചെയ്യാൻ പോലെ അപ്പൊ ഇന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പോവാം. അപ്പൊ നമുക്ക് വേണ്ട ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഇട്ടുണ്ട്. നമുക്കൊന്ന് നൈസായിട്ടൊക്കെ കുളിച്ചിട്ട് വരാം ഗൈസ്. അപ്പം ഞാനിവിടെ നല്ലൊരു ഫസ്റ്റ് ക്ലാസ് കുളിയെ കാണിക്കും ഗൈസ്. അപ്പൊ എന്റെ ഗൈസ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ കരയ്ക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഫോർച്യൂണർ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഈ ഫോർച്യൂണറിനകത്തല്ലേ ഇന്ന് പോകേണ്ടത്. അപ്പം ഞാൻ ഈ ഫോർച്യൂണറിനകത്ത് കയറിയപ്പോഴാണ് ഓർത്തത് ഇന്ന് നമുക്കൊരു പുതിയ ടാസ്ക് കിട്ടിയാണ്. നമ്മൾ ഇന്നൊരു ഹോഴ്സ് റൈഡിങ് ആയിട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പൊ ഒരു ഹോഴ്സ് റൈഡിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു ഹോഴ്സിനെയൊക്കെ ഇടപാട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരുമായിരിക്കും ഉടനെ തന്നെ. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഞാനപ്പോ ആളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അവര് പറഞ്ഞ ഇപ്പൊ എത്തുമെന്നാണ് പറഞ്ഞത്. വേണ്ട ഗൈസ്. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഹോഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും നമ്മുടെ പുതിയ ടാസ്ക് എന്താണ് ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ നമുക്ക് ഇന്നൊരു പോലീസിന്റെ അവിടെ നിന്നൊരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. അപ്പം സാറ് പറഞ്ഞത് ഇന്ന് നമുക്കാണ് ഇവിടുത്തെ ഒരു കാറുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്യൂട്ടി നമുക്ക് തരുവാണെന്നാണ് ഗൈസ് പറഞ്ഞത്. അപ്പൊ ഇത് കണ്ടില്ലേ ഗൈസ്. അപ്പൊ നമുക്കുള്ള പോലീസ് കാർ ഇവിടെ എത്തി. അത് നമ്മുടെ കുതിരയ്ക്ക് മുകളിലാണ് വീണത്. പാവം എന്റെ കുതിര. അത് നൈസായിട്ട് അത് തീർന്നെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു പോലീസ് കാർ എടുത്തിട്ട് നമ്മൾ സ്റ്റേഷനിൽ ചെല്ലണം. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ആ ഡ്യൂട്ടിക്കായിട്ട് ആ ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പം മൂന്നാല് ഒരു എന്തോ ഒരു പന്തികേട് പോലീസിന് തോന്നിയിട്ടുണ്ട്. എവിടെയോ ഒരു ക്രൈം നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരാളിനെ പിടിക്കണം. അപ്പൊ നമ്മള് ട്രാഫിക്കില് സിഗ്നലിൽ നിന്നിട്ട് വേണം ആളിനെ പിടിക്കാനായിട്ട്. അപ്പൊ അതിനായിട്ടാണ് നമ്മളിത് പോകുന്നത് ഗൈസ്. അപ്പൊ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് ഈ ക്രിമിനൽസ് ഒക്കെ രക്ഷപ്പെടുമല്ലോ ഗൈസ്. അപ്പൊ അതുകൊണ്ടാണ് പുറത്തുനിന്ന് അതിന് പറ്റിയ ഒരാളിനെ സെലക്ട് ചെയ്തത്. അപ്പൊ എന്നെ തന്നെ വിളിച്ചത്. അപ്പൊ നമുക്ക് നൈസായിട്ടൊക്കെ തന്നെ അങ്ങോട്ടൊക്കെ പോകാം ഗൈസ്. അപ്പം ഞാനിവിടെ ഈ പോലീസ് കാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോലീസ് കാറുമായിട്ട് ഇതൊന്ന് നമുക്ക് റോഡിലോട്ട് ഇറക്കിയിട്ട് നമുക്ക് നൈസായിട്ടൊക്കെ തന്നെ അങ്ങ് നമ്മുടെ പണി തുടങ്ങിയേക്കാം ഗൈസ്. അപ്പം നമ്മള്
നൈസായിട്ട് പോലീസുകാരൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് നല്ല ഫോമിലായിരിക്കും, കാരണം പോലീസിന്റെ ഒരു ഇത് കിട്ടിയതല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ സിറ്റിയിൽ നമുക്ക് അന്നേരം ആരും നമ്മളോടൊന്നും ചോദിക്കത്തില്ല. ഇതിൽ കാറ് നമ്മളിലുള്ള ഭയങ്കര നല്ല കാര്യമാണ് ഗൈസ്. അപ്പം ഞാൻ എന്റെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ കാറിനെ ഒന്നും തട്ടിയെന്ന് വെച്ചാലും നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല ഗൈസ്. നമ്മളെ പോലീസ് പിടിക്കത്തില്ല, കാരണം നമ്മൾ ഇന്ന് പോലീസിന്റെ കാറിലൊക്കെ ഇല്ലേ, നമ്മളൊരു പോലീസുകാരനെ പോലെ പോവില്ലേ. അപ്പം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഗൈസ്. അപ്പൊ ഇവിടെ ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ടൊക്കെ തന്നെ പോകുന്നുണ്ട് ഗൈസ്. അപ്പം എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലീസുകാർ കയ്യിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പൊ നമ്മളെ പോലീസ് പിടിക്കത്തില്ല. അപ്പൊ ഞാനിവിടെ നൈസായിട്ടൊക്കെ തന്നെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പയ്യെ ഇറങ്ങാം ഗൈസ്. അപ്പൊ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മള് അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ നമുക്ക് അകത്തോട്ടൊന്ന് കയറി ചെല്ലാം ഗൈസ്. അപ്പൊ അവര് നമുക്കാണ് നമ്മുടെ ഔദ്യോഗികമായിട്ട് അവര് വിടുന്നത്. അപ്പൊ ഞാനിവിടെ അകത്ത് കയറിയിട്ട് അങ്ങനെ പുറത്തിറങ്ങി. ഇപ്പൊ അവര് പറഞ്ഞത് ഈ ദേശത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് മാറിയിട്ടൊക്കെയാണ് നമ്മൾ അവിടെ ഒരു ട്രാഫിക്കിന്റെ അവിടെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു മിലിറ്ററിയുടെ ഒരു 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 കോസ്റ്റ്യൂമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഗൈസ്. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ കാറിൽ കയറി ഞാൻ ട്രാഫിക് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് ഗൈസ്, സിഗ്നൽ ഉള്ള സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. അപ്പൊ നൈസായിട്ടൊക്കെ തന്നെ നമ്മുടെ കാർ എടുത്തോണ്ട് നമ്മളിവിടെ നൈസായിട്ട് തന്നെ, അയ്യോ ഇവിടെ ഇടിച്ചിട്ടൊക്കെ ഉണ്ട് ഗൈസ്, കാറിനൊക്കെ ഇടിച്ചു. പക്ഷേ എങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് നമ്മൾ ഈ ഒരു വേഷത്തിലും ഈ ഒരു ഗെറ്റപ്പിലും ഒക്കെ പോകുന്നതുകൊണ്ട് നമ്മളെ പോലീസ് ഒന്നും പിടിക്കത്തില്ല ഗൈസ്. കണ്ട് ഇവിടെ ഒരു പെണ്ണിനെ ഇടിച്ചു, പക്ഷേ നമ്മളെ പോലീസ് പിടിക്കത്തില്ല. ഞാൻ ഒരുപാട് കാറുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഇവിടെ ഡ്യൂട്ടി ചെയ്യാം ഗൈസ്. അപ്പം കാറുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഈ റൗണ്ടിന്റെ അടുത്ത് നിന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വരുന്ന കാറിന് നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ പിടിച്ചു നിർത്താം. ഇല്ല ഗൈസ്, അതങ്ങ് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ നമുക്ക് ഇനി വരുന്ന കാറിനെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്തണം. അങ്ങനെ 2-3 വണ്ടി ചെക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതോ ഒരു വണ്ടിയിൽ ഒരു ക്രിമിനൽ ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ പിടിക്കണമെന്ന്. അപ്പൊ ഗൈസ് ഇവിടെ ഞാൻ കുറച്ചു നേരമായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ ഇതുവരായിട്ട് ഒരു കാറ് വന്നില്ല ഗൈസ്. അപ്പൊ ഇനി ഞാൻ ഇവിടെ അതുകൊണ്ട് ഒരു പച്ച കാർ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ എന്നാ പറ്റില്ല, നമുക്ക് നടുക്കോട്ട് നീങ്ങി നിൽക്കാം, എന്നാലേ കാറ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗൈസ് ഞാൻ തന്നെ ഇങ്ങോട്ടൊക്കെ തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നോക്കട്ടെ നമുക്ക് ഇന്ന് ആ ക്രിമിനലിനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഗൈസ് ഓരോ കാറുകളായിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഇവിടെ ആദ്യത്തെ കാറൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതിലൊരാളാണ് ഗൈസ്. അപ്പൊ ഇയാൾ നമ്മൾക്ക് ലൈസൻസ് ഒക്കെ തന്നിരിക്കുകയാണ്. നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. ഇയാളുടെ ഫോട്ടോയും ഇയാളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിക്കി ഒന്ന് പരിശോധിക്കാം. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് വല്ല മയക്കുമരുന്ന് വെച്ചൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പൊ അത് ചെക്ക് ചെയ്തതും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ തന്നെ നൈസായിട്ടൊക്കെ തന്നെ അതും മാച്ച് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇയാളെ നമുക്ക് റിലീസ് ചെയ്യാം, ഇയാൾക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത ആളിനെ പരിശോധിക്കാം ഗൈസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ഈ കുറച്ച് കൈക്കൂലിയൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്, എന്തിനാന്നറിയില്ല. അപ്പൊ ഞാൻ ഇവളുടെ ഫോട്ടോയും ആളും മാച്ചാണ് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് നോക്കാം, അതും മാച്ചാണ് ഗൈസ്. ഇനി നമുക്ക് ഡിക്കി പരിശോധിക്കണം. അപ്പൊ ഇതിനകത്ത് വല്ലതും ഉണ്ടോന്ന് അറിയണമല്ലോ. അപ്പൊ ഇല്ല ഗൈസ്, ഇതും ഇവളും കുഴപ്പമില്ല ഗൈസ്. അപ്പൊ ഇവരെ നമ്മൾ റിലീസ് ചെയ്തേക്കാണ്. അപ്പൊ ഗൈസ് then ഇവിടെ കണ്ടിട്ട് ഒരു കള്ളക്ഷണം ഉണ്ട്. പക്ഷെ ഇവിടെ ഫേസ് ഒക്കെ തമ്മിൽ മാച്ച് ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്പർ പ്ലേറ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ കണ്ടിട്ട് ഒരു വശപ്പശകിലൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഇവളുടെ നമ്പർ പ്ലേറ്റ് മിസ്മാച്ച് ആണ് ഗൈസ്. അപ്പൊ ഇവള് തന്നെയാണ് ആ ക്രിമിനൽ. അപ്പൊ ഇവളായിരിക്കും ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഗൈസ്. അപ്പൊ ഇവളെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോ ആ ക്രിമിനലിനെ പിടിച്ച് പോലീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പൊ താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.